بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെ ചരിത്രങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ചരിത്രം എന്നുള്ള നിലക്ക് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ കേട്ട് രസിക്കാൻ എങ്ങനെ കഥയാക്കാന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് നേരത്തെ വരായി. ഇവിടെ ബാക്കി പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞാഴ്ച പറഞ്ഞത് കഥ അറിയാതെ ആട്ടം കാണാനായിരിക്കും. പഴയ കാലത്ത് പറയുന്നുണ്ട് കഥയറിയണം, ആട്ടം കാണുന്നതിന് മുമ്പ് ഈ ആട്ടം എന്തിനാ തിരിയില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബിമാർ ആരെങ്കിലും അവിടെ സ്ഥലത്തിലാണ്. അസ്ഹാബിമാർ എവിടേക്ക് പോയി? ഹബശയിലേക്ക് പോയി. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൻ നജ്മ് ഖുറൈശികളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. അതിന്റെ അവസാന ഭാഗത്ത് സുജൂദുണ്ട്. തങ്ങൾ അല്ലാഹു തആലയോട് സുജൂദ് ചെയ്തു. കേട്ടിരുന്നാണ് ലാത്തക്കും വെത്തക്കും സുജൂദ് ചെയ്തു. അപ്പൊ കാണുന്നതാണ് തോന്നി എന്താണ്, ഇവരെല്ലാം മുസ്ലിമായിട്ടുണ്ട്. ഈ വാർത്ത ആരിലേക്ക് എത്തിച്ച്? അഭിഷേകിലേക്ക് എത്തിച്ചപ്പോ പറഞ്ഞു അമ്മദിനോട് അഞ്ചു നാട്ടിൽ നമുക്ക് മക്കത്തോയെ പോലെ മക്കയിലെ നാട്. അതുപോലെ തന്നെ നബിത്തങ്ങളുടെ കൂടെ കൂടെ വിഷയമുള്ളത് മക്കാർ മുസ്ലിം ആയിട്ടുണ്ട് എന്നുള്ള വാർത്ത അവിടത്തേക്ക് എത്തി, ഹബശയിലേക്ക് എത്തി. ഫരിഹൽ മുസ്ലിമൂനല്ലദീന ബിഅർദിൽ ഹബശ, ഹബശ നാട്ടിൽ പോയി താമസിക്കുന്ന മുസ്ലിമീങ്ങൾ വലിയ സന്തോഷം. വഖാലു ഇന്നൽ മുസ്ലിമീന ഖദ് ആമനു ബിമക്കത അമിനു ബിമക്കത മിനൽ അദാ. മക്കക്കാരൊക്കെ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ആരും ശല്യപ്പെടുത്താനില്ലല്ലോ, നമ്മൾ രക്ഷപ്പെട്ടു. ഹബശ നാട്ടിൽ നിന്ന് എന്താക്കി ഉടനെ മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്കന്റെ അടുത്തേക്ക് എത്തി. ഇനി ഒരു മണിക്കൂറും കൂടി നടന്നാൽ എന്താക്കി മക്കയിലേക്ക് എത്തും. അവിടെ എത്തിയപ്പോ മിൻ കിനാന, കിനാന ഗോത്രക്കാരിൽപ്പെട്ട ഒരു സംഘത്തിനെ കണ്ടു. അപ്പൊ അപ്പൊ ഖുറൈശികളെ പറ്റി എന്ത് ചോദിച്ചു, അവിടുത്തെ അവസ്ഥ എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിഹത്തഹും ബിഖൈരിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ലാത്തനെ ഉച്ചനൊക്കെ വലിയ ആദരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവര് പറഞ്ഞൊക്കെ. എന്താ സൂറത്തുൽ അഹ്റായിത്തുമല്ലാത്ത ബല്ലുസ്സ, അത് ലാത്തന്റെ ഉച്ചന്റെ മതഹല്ല, വെറും നില കൊള്ളൂല എന്നതിലുണ്ട്. കുറെ കോമികൾ എന്താക്കിയിട്ടുണ്ട്, നബിനോട് കൂടിയിട്ടുണ്ട്. പിന്നെന്തായിരുന്നോ ഇലാഹിനെ കുറ്റപ്പെടുത്തി വീണ്ടും തുടങ്ങി. അതുകൊണ്ട് എന്താക്കി ഇപ്പം ബുദ്ധിമുട്ട് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്രകാരമാണ് നമ്മൾ ബിംബം കടന്നത്. അപ്പം ഹബശയിൽ നിന്ന് മടങ്ങി വരുന്ന മോമിനികളുണ്ട്. എന്നാ നമ്മ ചെയ്യുന്നത്, മക്കയിലേക്ക് പോകണോ അല്ല ഹബശയിലേക്ക് മടങ്ങണോ എന്ന ചർച്ച. ഹബശ സുമ്മക്കാര് പിന്നെ പറഞ്ഞേക്കത് ബലന മക്ക, ഏതായാലും മക്കയിലേക്ക് ഇങ്ങോട്ട് അടുത്തെത്തിയില്ലേ. അപ്പൊ ഖുറൈശികളുടെ അവസ്ഥ എന്താ, നമുക്ക് നേരിട്ട് കണ്ടിട്ട് തന്നെ കാണാൻ. നമ്മുടെ അഹലുകാരോട് ഒരു കരാറ് പുതുക്കിയിട്ട് വേണ്ട പോലെ ചെയ്യാം. പിന്നെ അവിടെ മടങ്ങാം. അങ്ങനെ മക്കയിലേക്ക് കയറി. പക്ഷെ ഒരു കാരണം മുഴുവൻ ആരുടെയെങ്കിലും സംരക്ഷണം കൂടാതെ ആർക്കും ഇറങ്ങുകയില്ല. ആരെങ്കിലാണ് ഇല്ല. പിന്നെ മസ്ഊദ് റളിയല്ലാഹു അൻഹു
മൂപ്പറോ പൈനഹു ദഖല ബിലാ ജിബൽ ആരെ സംരക്ഷണം വേണ്ട ഞാൻ നേരിട്ട് മകഥ കലീലൻ അങ്ങനെ അല്പ താമസം ശേഷം സുമസ്രയിൽ ഹബശയിലേക്ക് തന്നെ ഉടനെ മടങ്ങുകയും ചെയ്തു. وعن عثمان بن مظعون رضي الله عنه أنه لما رجع من الحبشة مع من رجع മടങ്ങി വന്ന കൂട്ടത്തിൽ അവരുണ്ടാക്കി മടങ്ങി വന്നിട്ടുണ്ടല്ലോ. ദഖല മക്കത്ത ഫീ ജിബാലിൽ വലീദ് ബിൻ മുഗീറത്ത് മഖ്സൂമി എന്ന ആളുടെ സംരക്ഷണത്തിലായിട്ടാണ് ആര് വന്നത്? ഉസ്മാൻ ബിൻ മദ്ഊൻ. فلما رأى المشركين يؤذون المسلمين المستضعفين الذين ليس لهم من يجيرهم അപ്പൊ മുശ്രിക്കീങ്ങളെ മൂപ്പർ കാണുന്ന ബലഹീനന്മാരായ മുസ്ലിമീങ്ങളെ അവർ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കാണെങ്കിലോ സഹായിക്കാൻ ആരുമില്ല. വലായതും ആരും അവർക്ക് തടുക്കുന്നുമില്ല. അപ്പൊ എനിക്ക് മാത്രം ഈ ബുദ്ധിമുട്ടേക്കാതെ ഞാൻ സുരക്ഷിതമായി കഴിയുകയും ബാക്കി അഭിമാനികൾ പ്രയാസപ്പെടുകയും ചെയ്യുന്നത് മൂപ്പർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റദ്ദാനൽ വലീദ് ജിബാർ വലീദിനോട് പറഞ്ഞ് നിന്റെ സംരക്ഷണം വേണ്ട, എന്നൊരാളെ മാത്രം സംരക്ഷിക്കുകയും ബാക്കി ഒരാളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തതിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നിന്റെ സംരക്ഷണം വേണ്ട. അക്തഫി ബിജിബാരില്ല, അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് ഞാൻ പൊരുത്തപ്പെടുന്നത്. അങ്ങനെ ഖുറൈശികളെ മജ്‌ലിസിലിരിക്കവേ ഇത് വഫദ അലൈഹിം ലബീദ് ബിൻ റബീഅത ഖബല ഇസ്ലാമിഹി റളിയല്ലാഹു അൻഹു. ലബീദ് ബിൻ റബീഅ എന്ന വലിയ ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയിൽ അവർ കയറി വന്നു. അങ്ങനെ അവരുണ്ടാക്കിയ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലബീദ് ആ പാട്ടിൽ പറഞ്ഞു, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹു ബാതിലുൻ. അതിന്റെ ബാക്കിയുണ്ട് ബാക്കിയുള്ളത്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ മദ്ഊൻ അവര് പറഞ്ഞ് സദഖത അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹു ബാതിലുൻ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റ്, വളരെ ശരിയാണ്. അല്ലാഹു അല്ലാത്ത എല്ലാ സാധനങ്ങളും ബാത്തിലാണ്. അപ്പൊ ഫഖാല അടുത്ത വഴി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് എല്ലാ നഈമും നീങ്ങൂല, സ്വർഗത്തിലെ നഈം ബാക്കിയുണ്ടാവും. ഫഖാല ഉസ്മാൻ ബിൻ മദ്ഊൻ പറഞ്ഞു, കദബത നഈമുൽ ജന്നത്തി ലാ യസൂൽ. അപ്പൊ ലബീദ് പറഞ്ഞ് ഫഖാല ലബീദ് യാ മഅശറ ഖുശൽ മതാ കാന യുദാ ജലീസുകും. നിങ്ങളെ കൂട്ടുന്ന ആള് ബുദ്ധിമുട്ടാക്കപ്പെടുന്നു അല്ലേ? അപ്പൊ ഒരാൾ എണീച്ചിട്ട് ഫലത്തമ ഉസ്മാനബിന്റെ മകവും തങ്ങളെന്താക്കി മുഖത്തടിച്ചു. അതായത് ഇവൻ ലബീദ് മുസ്ലിം വന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ അരവരി എന്താക്കി തിരിച്ച് പ്രശ്നം കണ്ണെന്താക്കി പച്ച നിറയിപ്പോയി അടിയിട്ടിട്ട് അപ്പം വലീദുണ്ടല്ലോ അവിടെ, വലീദ് പറഞ്ഞ് നീ എന്റെ സംരക്ഷണം മടക്കി തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനതിന് പകരം ചോദിക്കുമല്ലോ, എന്തിനാ എന്നെ മടക്കി? എന്നിട്ട് പറഞ്ഞെന്താ കഥ കൊണ്ടീ ഒരു ശത്രുക്കൾക്കും അടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിമ്മത്തിലാണല്ലോ നീ ഉണ്ടായത്. അപ്പൊ അത് മടക്കി തന്നതിന്റെ പേരിലാണല്ലോ എന്തായത് അടികിട്ടിയത്. എന്റെ ഒരു കണ്ണിന് അടികിട്ടിയിട്ട് കണ്ണ് കളിക്കില്ലേ, മറ്റേ കണ്ണ് അതിലേക്ക് ആശ വെച്ച് നോക്കിയത് സ്വീകരിക്കും. വലീദ് പറഞ്ഞു ജുബാനിക്കാം, അതാ നാല് കൊടുത്തിട്ടുണ്ട് എന്റെ ജിബാനിലേക്ക് മടങ്ങി വാ. പറഞ്ഞില്ല, അള്ളാഹുന്റെ ജിബാറുകൊണ്ട് എന്ന് ഞാൻ ബന്ധപ്പെട്ടു. وكان من جملة من رجع إلى الحبشة بعد الهجرة الأولى عند بلوغهم خبر إسلام قريش. ഖുറൈശികള് മുസ്ലിമായിട്ടുണ്ട് എന്നുള്ള ഒരു വ്യാജ വാർത്ത അവിടെ കേട്ടല്ലോ.
ആ അവസരത്തിൽ മടങ്ങി വന്ന കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു അതിന് അബൂ സലമത്ത് ബിൻ അബ്ദുൽ അസദിൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീബിയുടെ ഭർത്താവ് വന്നു. ഉമ്മു സലമ പിന്നീട് എന്താക്കി തങ്ങളെ വൈകിട്ടുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് തങ്ങൾ കഴിച്ചതാണെങ്കിൽ പിന്നെ വേറെ കഴിക്കാൻ പറ്റൂലല്ല. മുസ്ലിയാരിൽ ഒരു മുസ്ലിയാറൊക്കെ മാറ്റം അയാള് എന്തോ ഒരു ബഹ്റൈൻ നട്ടമുണ്ടെങ്കിൽ കൈ കണ്ടിട്ടോ അല്ലെങ്കിൽ കഴിക്കാം എന്നോട് കെട്ടിപ്പറഞ്ഞ് ഞാനൊക്കെ കാണാച്ചെറുസ്ഥാനം കൊണ്ട് കുറേ ചിരിച്ച് അയാളെ സ്വഭാവത്ത് കണ്ടിട്ട് ഖുർആൻ തന്നെ രസമായിട്ട് പറഞ്ഞത് ഉമ്മയാന്ന് കല്യാണം കഴിക്കാൻ പറ്റൂല. അപ്പൊ അസഹായന്മാർ ആരാ കല്യാണം കഴിക്കാൻ മാർക്കട്ടെ അതൊന്നും ഇപ്പൊ നോക്കുന്നില്ല. മുത്തണ്ടാകുമ്പോ ചുവന്ന വളർത്തൊന്നും കത്തൂല. വണ്ടിക്ക് ബ്രേക്ക് കിട്ടുമ്പോ ചുവന്ന വളർത്തത്തില് കിബർ എന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് കിബറിന് അറ്റുണ്ട. ബാങ്കെല്ലാം പറഞ്ഞ് വരുമ്പോ മൂന്നാളും കൂടി നമ്മക്കാക്കുന്ന ഡ്രൈവർ പറയുന്നുണ്ട്. മൂന്നാളും കൂടി വണ്ടിയിൽ വരുമ്പോ ചോദിച്ച് ഇങ്ങനെ ഇത് ഉമ്മയല്ലേ ഞങ്ങൾ കെട്ടി പോയ അതിന്റെ കിട്ടാനുണ്ട്. അസ്വാജും ഉമ്മഹാത്തും പറഞ്ഞത് എന്തെങ്കിലും കളവ് പറഞ്ഞാൽ ന്യായീകരിക്കാൻ വേണ്ടി 1000 കളവുകൾ സത്യം ചെയ്യും. ഇസ്ലാമിൽ നേരത്തെ വന്ന ആളാണ് അബൂ സലമ മുസൽമാന്റെ ഭർത്താവ്. തങ്ങളുടെ ഉപ്പാന്റെ പങ്ങളുടെ മോനും കൂടിയാണ് ഇവരുടെ ഉമ്മ. അത് അബൂ സലമത്തിന്റെ ഉമ്മ തങ്ങളുടെ അമ്മത്ത എന്നുകൊണ്ടുകൊണ്ട് ലിയന്ന ഉമ്മഹു ബർറത്ത് എന്ന് പറഞ്ഞ ഉമ്മ അത് അബ്ദുൽ മുത്തലിബിന്റെ മോളാണ്. അബ്ദുൽ മുത്തലിബിന്റെ മോളാകുമ്പാലായി അബ്ദുല്ലാ ഉപ്പാന്റെ മകയില്ല. അങ്ങനെ ബന്ധം കൂടിയുണ്ട്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അബൂ താലിബ് കാരണോറാന്നല്ല, അബൂ താലിബല്ലേ കാരണോറ്. അപ്പൊ കാരണോരോ ജിബാനിൽ മുമ്പ്. അപ്പൊ എന്തായി അബൂ താലിബ് മുമ്പൊക്കെ ഇവിടെ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അനുജന്റെ മോനേച്ചി, പിന്നെ ബലൂര് വന്നു. അബീ താലിബിലേക്ക് പോയി. അതിന് ഗോത്രക്കാരൻപ്പെട്ട കുറേ ആണ്. നിങ്ങളെ അഞ്ചന്റെ മോനാക്കാൻ നിങ്ങൾ സംരക്ഷണം കൊടുത്തു അല്ലേ? നമ്മുടെ സാഹിബുണ്ടല്ലോ അത് അബൂ സലമ, അബൂ സലമക്കും നീ കൊടുക്കാനോ? മെജുവനുമായി പല അഞ്ചന്റെ മോനുമായില്ലേ? അപ്പൊ അതിനിപ്പോ പറയുന്നത് അബൂ സലമനെ മടക്കി തരണം, നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് എന്താകണം അടിക്കാനും കുത്താനും വിട്ടുതരണം എന്നാ പറയുന്നു. അബൂ താലിബ് പറഞ്ഞ് ഇന്ന ഇഷ്ടജാറബി എന്നെ കൊണ്ട് അദ്ദേഹം സഹായം നേടിയിട്ടുണ്ട്. മാത്രമല്ല എന്റെ ബലൂന് വന്നു. അപ്പൊ ഉഖ്തിന്റെ മോനിക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ അഞ്ചന്റെ മറ്റെങ്ങനെ കൊടുക്കല്? എനിക്ക് ബന്ധം കിട്ടുന്ന കണക്കന്നല്ല. അഞ്ചന്റെ മോനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിക്കാൻ വന്ന കൂട്ടുണ്ടല്ലോ മഖ്ദൂമിയ ഗോത്രക്കാരൻ. അബൂ ലഹബ് അബൂ താലിബിനോടൊപ്പം എണീറ്റ് ഈ വന്ന് ചോദിക്കാൻ വന്നോളൂ. വഖാല ലഹും യാ മാശറ ഖുറൈശിൻ ലാ തസാലൂന തുആലിദൂന ഹാദ ശൈഖ ഫീ ജിബാലിഹി മിൻ ഖൗമിഹി. അവരെ സ്വന്തം കൗമിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട മരിയോയ്ക്ക് എന്താക്കി ജിബാല കൊടുത്ത വലിയ ശൈഖ നിങ്ങൾ നിന്നെ ചോദിക്കാൻ പറ്റും? അബൂ താലിബിനോട് ചോദിച്ചേ. അപ്പൊ ഇപ്പൊ തന്നെ അബൂ ലഹബ് അബൂ താലിബിനോട് യോജിച്ചു ഇപ്പൊ കണ്ടത്. മിന്നിത് മതിയാക്കണം. അല്ലെങ്കിൽ എന്താക്കുന്നറിയോ? അബൂ താലിബ് എവിടെയെല്ലാം നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ കൊടുക്കും. ഓടിക്കൊടുക്കുമ്പോ എന്താവുന്നറിയോ? അബൂ ലഹബ് ഖുറൈശികൾക്ക് എതിരാവും.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കുന്നത് വരെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിൽക്കുന്നു അവിടെ എല്ലാം ഞാൻ സഹായത്തിനുണ്ടാവുന്ന നമുക്ക് പിരിഞ്ഞുക. എന്താണ് ഇവർക്ക് പേടി? അബൂലഹബ് അബൂതാലിബിനും കൂടി ഒക്കൂ. അപ്പൊ എന്താ ഈ രണ്ട് കാരണം പറയും. ഇല്ല കൊടുത്ത ജിബാറവിടെ നിൽക്കട്ടും. എന്തിനാണ് തങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ രണ്ടാളും സഹകരിക്കുമെന്ന് പഠിച്ചു. وذلك لأن أبا لهب كان مع قريش في منابذة النبي صلى الله عليه وسلم وعادته. തങ്ങളെ എതിർക്കുന്ന വിഷയത്തിലും ശത്രുത പുലർത്തുന്ന വിഷയത്തിലും ഖുറൈശികളോടൊപ്പമായിരുന്നല്ലോ അബൂലഹബ്. ആ സ്വഭാവം മാറിപ്പോകുന്ന ഒരു പേടി. വകാന അബൂലഹബിന്റെ ഖുറൈശ് വലിയും നാസിറ. അബൂലഹബിന്റെ സ്വഭാവം എന്താണ്? ഖുറൈശികൾക്ക് വലിയും നാസിറുമാണ്. അവിടെ അവരുടെയിൽ ആരെയും നഷ്ടപ്പെടും? അബൂലഹബ് നഷ്ടപ്പെടും. അബൂതാലിബിനെ സഹായിച്ചു. അതായത് ഏട്ടനെ മറന്നല്ലോ ഈ കിസ്സയിൽ. അബൂതാലിബിന് ആഗ്രഹം ഏതായാലും ഈ പ്രാവശ്യം എന്റെ കൂടെ അബൂലഹബ് കൂടിയല്ലോ, ഇനി എപ്പോഴും കൂടെ തരക്കടില്ല എന്നായിരിക്കും അബൂതാലിബ്. അബൂതാലിബിന് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. അല്ല അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം وأنشأ أبياتا يحدثه فيها على نصرة النبي صلى الله عليه وسلم. സഹായിക്കുന്ന വിഷയത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടുണ്ടാക്കി അബൂതാലിബ് ഒരു ബൈത്തുണ്ടാക്കി. അബൂതാലിബ് വലിയ സഹായമാണ്. പക്ഷെ ആരും കൂട്ടാക്കിയില്ല, അബൂലഹബ് കൂട്ടാക്കില്ല. പണ്ടത്തെ മാതിരി തന്നെ ഇതാണ് മടങ്ങി വന്നിട്ടുള്ള ചുരുക്കം. ഇനി എന്താക്കണം? രണ്ടാമത് ഹിജ്റ പോകണം. അൽ ഹിജ്റത്തു സാനിയത്തു ഇലൽ ഹബശയിലേക്ക് രണ്ടാമത്തെ ഹിജ്റയാണ് തുടർന്നത്. ثم لما تبين للمسلمين الذين رجعوا من الحبشة أن قريشا لم يسلموا رجعوا إلى الحبشة وتسمى هذه الرجعة الهجرة الثانية إلى الحبشة. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഖുറൈശികളൊക്കെ മുസ്ലിം ആയിട്ടുണ്ട്, സുജൂദ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ. കളവാണ്. ഇവർ തിരിച്ചുകൊണ്ടുവരാനുള്ള തക്കിടിയാണെന്ന് പാത്ത് മനസ്സിലായി. അങ്ങനെ എന്തായി? രണ്ടാമത്തെ ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഹിജ്റക്ക് എന്താ പറയല്? അൽ ഹിജ്റത്തു സാനിയത്തു ഇലൽ ഹബശയിലേക്കുള്ള രണ്ടാമത്തെ ഹിജ്റ എന്ന് പേര്. അതെ, തിരിച്ചു പോക്കാം. فهذا عامة من آمن بالله ورسوله غالبهم فكانوا عند النجاشي 83 رجلا و18 امرأة. അങ്ങനെ നജാഷിന്റെ അവിടത്തേക്ക് എത്തി. എത്തിയല്ലോ. നജാഷിന്റെ അവിടെ രാജാവ് എത്ര ആള്? 83 പുരുഷന്മാരുണ്ട്, പിന്നെ 18 സ്ത്രീകളുണ്ട്. പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഭാര്യയായിട്ട് അസ്മാവും ഉണ്ട്, രണ്ടാളില്ലേ. അസ്വദ് ഉണ്ട്, അബ്ദുല്ലാഹിബിന് മസ്ഊദ് ഉണ്ട്. അതുപോലെ തന്നെ ആരെയും സംരക്ഷണം വേണ്ട, മടങ്ങുന്ന പറഞ്ഞില്ല. ഉബൈദുല്ലാഹി ഉണ്ട്, ഇബ്നു ജഹ്ഷ് ബിത്തസ്ഗീരി, അതായത് ഉബൈദുല്ലാഹി തസ്ഗീറാക്കി വായിക്കണം. വമഅഹു സൗജത്തു ഉമ്മു ഹബീബ ഉണ്ട്, അബൂ സുഫ്യാന്റെ മോളാണ്. അല്ല നോക്കുമ്പോ ഈ ഉബൈദുല്ലാഹി എന്തായിരുന്നു? ഫതനസ്സറ സൗജുഹാ ഹുനാക, അവിടെ പോയിട്ട് നസ്രാനി മതത്തിൽ ചേർന്ന ഭർത്താവ്. അപ്പൊ ഉമ്മു ഹബീബ ഒറ്റക്കായി. സുമ്മ മാതാന നസ്രാനിയത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. വബഖിയത്തു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അലാ ഇസ്ലാമിൽ തന്നെ ഉറച്ചിരുന്ന് വതസവ്വജഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നെ വിവാഹം ചെയ്തത്. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അന്യനാട്ടിലായി ഇനി അബൂ സുഫ്യാനിലേക്ക് മടങ്ങിപ്പോയാൽ പറ്റുകയും ചെയ്തല്ലോ. അബൂ സുഫ്യാൻ കടുത്ത ശത്രുവല്ലേ ഉപ്പ. അപ്പൊ ഇവരൊറ്റയ്ക്ക് വിടാൻ പറ്റുമോ? തമാശയെത്തി ആ വിവാഹത്തിന്റെ കാര്യം പിന്നീട് പറയാം.
ഇത് അടവക്കാട്ടൊക്കെ ഓറല്ലേ ഹാക്കിമല്ലേ കഴിച്ചു കൊടുക്കും. അതെ, വക്കാലത്തും വിലാത്തൊക്കെ ഉണ്ടല്ലോ. അവിടെ തെക്കിയിൽ എന്താന്ന് വലിയ ഞാനാരേണ്ടി ആ നാട്ടിലെ കാലി നജാഷിയുടെ ഇല്ലേ. ആ നാട്ടുകാരുടെ ആയാലും ആ നാട്ടിൽ വന്ന് അടയുന്ന പെണ്ണായാലും ജയിക്കാമല്ല മറ്റേനുള്ളത്. പുജാപ്പുറ ആവണമെന്നുണ്ടാവും. എനിക്കതിന് സദസ്സിൽ ഹാജരാണെന്നില്ല, പുജാപ്പുറ ഉണ്ടാകേ ഉള്ളൂ. ഞാൻ ഇന്നാക്കി അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലെ ആയി വെച്ച് ഇങ്ങനെ വിചാരിക്കുന്ന നാടാ ആദ്യം തിരിക്കണമെന്നാ. അത് വേണ്ട. അതിനെ പറ്റി വിശദമായി പറയുന്നുണ്ടല്ലോ. അപ്പൊ മാത്രല്ല ഈ ഉമ്മു ഹബീബിന്റെ ചരിത്രം പ്രത്യേകം പണ്ട് ഹയാത്ത് ഷാമിൽ ഓതിയിട്ടുണ്ട്. രണ്ടിന്റെ പ്രതിനിധികൾ ഉണ്ടായാൽ മതി. പക്ഷെ നടന്നില്ല അറിയാത്ത മസാല പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിട്ടെന്ന ഭാഗം നോക്കണം. ഇത് ഭർത്താവ് കയ്യിലുള്ളത് ജാഹരികളാണ് പെണ്ണിലേക്കുള്ളത്. ജാഹിര് മാത്രം മറ്റൻ ജാഹിര്. وعن أم حبيبة رضي الله عنها പറയുന്ന كانت رأيت في المنام آتيا يقول ഞാൻ ഉറക്കത്തിൽ കാണുന്ന ഒരാൾ എന്നടുത്ത് വന്നിട്ട് പറയുന്നു യാ ഉമ്മൽ മോമിനീൻ എന്ന് വിളിച്ച്. അപ്പൊ ഉമ്മൽ മോമിനീൻ എന്ന സ്ഥാനപ്പേര് വിളിക്കുമ്പോൾ എന്താവും? വിധങ്ങളെ ഭാര്യയാണോ എന്നതിൽ ഇഷാറത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഞെട്ടി ഉണർന്ന് തങ്ങളും എന്നെ കല്യാണം കഴിക്കും എന്ന ആ വിളിയിൽ ഞാൻ തകവീര് കണ്ടെത്തി. പകാല കഥാലിക്ക് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. وعن أبي موسى الأشعري رضي الله عنه പറയുന്നു أنه بلغه مخرج رسول الله صلى الله عليه وسلم തങ്ങള് ഹിജ്റയെ സംബന്ധിച്ചെന്തായി അബൂ മൂസ അശ്അരിക്ക് വിവരം കിട്ടി. തങ്ങളും അങ്ങനെ അത് ബഹുബിൽ യമൻ. അബൂ മൂസ അശ്അരി എവിടെ ഉണ്ട്? യമനിലുള്ളത്. فخرج هو ونحو 50 رجلا في سفينة. അപ്പോൾ അബൂ മൂസ അശ്അരി തങ്ങളും ഏതാണ്ട് 50 പുരുഷന്മാർ ഒരു കപ്പലിൽ ഹിജ്റക്ക് പുറപ്പെട്ടുകൊടുത്തേക്ക് തങ്ങളെ കാണാൻ വേണ്ടി അതിലേക്കല്ലേ പോകുന്നത്. അങ്ങനെ കപ്പൽ എത്തിച്ചേർന്നിടത്തേക്ക് ഹബശയിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ആരെല്ലുണ്ട്? നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. കടന്ന കണ്ടുണ്ട്. ജാഫർ തങ്ങൾ ഓർഡർ ഏൽപ്പിച്ച് നമുക്കെല്ലാം ഒന്നിച്ചു പോകാം. അങ്ങനെ അവിടെ കഴിച്ച് ഖൈബർ ഫത്ഹാന്റെ കാലത്താണ് മദീനയിലേക്ക് എത്തിയത്. കമാ സയ്യത്ത് ഇൻഷാ അല്ലാഹ് അതും എന്താക്കും പിന്നീട് കുറച്ച് തിരിച്ചിട്ട് പറയും. البخاري وكان أصحاب النبي صلى الله عليه وسلم مقيمين عند النجاشي على أحسن مقام بخير دار عند خير جار. അപ്പോൾ ഹബശയിലെത്തിയ അസ്ഹാബിമാരിൽ നജാശി രാജാവിൻ്റെ അടുക്കൽ വളരെ സന്തോഷത്തോടു കൂടി നല്ല താമസ സൗകര്യവും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്.
ഇത് ഖുറൈശികൾക്ക് ഭയങ്കര അസൂയ. فبعثت قريش خلفهم عمرو بن العاص ومعه عبد الله بن ابي ربيعه المخزومي وعمارة بن الوليد بن المغيرة المخزومي. ഈ മൂന്നാളെന്താക്കി ഖുറൈശികൾ അയച്ചു. അതല്ലേ, ഒന്ന് അംറു ബിൻ അൽ-ആസ്, പിന്നെ അബ്ദുല്ലാഹി ബിൻ അബി റബീഅത്ത് അൽ-മഖ്സൂമി, ഉമാറത്ത് ബിൻ വലീദ് ബിൻ മുഗീറത്ത് മഖ്സൂമി. മൂന്നാണ്. മഖ്സൂമിയാക്കളായ രണ്ടാളുണ്ട്, അംറു ബിൻ അൽ-ആസും ഉണ്ട്. ولكن المحققون على أن عبد الله بن أبي ربيعة لم يكن مع عمرو في هذا السفر. മൂന്നാള് പോയിന്നല്ലേ പറയുന്നത്. അപ്പൊ മുഹഖിഖീങ്ങളായ ചരിത്രകാരന്മാർ പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ അബീ റബീഅത്ത് ഉണ്ടല്ലോ, അവര് അംറു ബിൻ അൽ-ആസ് തങ്ങളുടെ സംഘത്തിലല്ല. വൈന്നമാക്കാന മഅഹു ഫീ സഫറത്തിൻ ഉഖറ, മറ്റൊരു സഫറിലായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. വഹിയല്ലത്തി ബഅദ വഖഅത്തി ബദരിൻ, അത് ആ സഫർ അപ്പോഴാണ് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് കമാ സയഅതി, അതും അതിനെപ്പറ്റി പറയും. അപ്പൊ ഇവിടെ എന്തായി, അബ്ദുല്ലാഹി ബിൻ അബീ റബീഅത്ത് ഈ സംഘത്തിലില്ല മുഹഖിഖീങ്ങൾ പറഞ്ഞപ്പോൾ ആ പോയാൽ അത്രയും രണ്ടാളായി. അത് മറ്റൊരു പോക്കിലായിരുന്നു. وأما هذه السفرة فالرسولان فيها عمرو وعمارة فقط. അപ്പൊ ഈ പോക്കിൽ എന്തേ ഉള്ളൂ, രണ്ട് ദൂതന്മാര്, അന്ന് അംറു ബിൻ അൽ-ആസും മറ്റൊന്ന് ഉമാറത്തും മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ മുഹഖിഖീങ്ങളായ ചരിത്രകാരന്മാർ. وعمارة هذا هو الذي أرادت قريش دفعه لأبي طالب يربيه بدلا عن النبي صلى الله عليه وسلم ويؤتيهم النبي صلى الله عليه وسلم ويقتلونه. ഈ ഉമാറത്ത് ആരാന്നറിയോ? അവർക്ക് മുമ്പ് ചരിത്രമുണ്ട്. ഖുറൈശികൾ അബൂ താലിബിനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു പകരം ഒരു കുട്ടീനെ തരാം. എന്നിട്ട് പകരം താങ്ങണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു വരണോ, എന്നിട്ട് താങ്കൾ ഞങ്ങൾ കൊന്നോളാം, ഈ കുഞ്ഞിനൊക്കെ പൊരിക്കും. ആ ഉമാറത്ത് അറിയാം ഇദ്ദേഹം. അബൂ താലിബിന് കൊടുക്ക. അബൂ താലിബ് എന്താക്കണം, ഈ ഉമാറത്തിനെ പോറ്റണം. പകരം എന്താക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുകൊടുക്കണം, കൊല്ലാൻ വേണ്ടി. ആ ഉമാറത്താണ് ഇദ്ദേഹം. ഈ പോന്ന രണ്ടാളിപ്പം പോയി പറഞ്ഞത് അവരെ കൂടെ ഒരുപാട് ഹദിയകൾ അരി കൊടുക്കാൻ വേണ്ടിട്ട് നജാശി രാജാവിന് കൊടുക്കാൻ വേണ്ടിട്ട്. കുതിരയുണ്ട്, പിന്നെ പട്ടിന്റെ ജുബ്ബയുണ്ട്, അങ്ങനെ അഭിഷേകിലുള്ള നേതാക്കന്മാർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഓരോരോ ഹദിയകളുണ്ട്. അതിനാൽ ഇവർക്ക് പോകുന്നതിനൊരു ആവശ്യമുണ്ട്, ഇവരെല്ലാം മടക്കിയാക്കാൻ വേണ്ടി. രാജാവിനോട് പറയണം ഇവിടെ അവർ താമസിപ്പിക്കാൻ പാടില്ല, അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഹദിയ കൊണ്ടുപോയി. മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ ആളുകളിവിടെ വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാം മടക്കിയാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ നജാശി അംറു ബിൻ അൽ-ആസും ഉമാറത്ത് ബിൻ വലീദ് പോയത് നജാശിയെ കാണാമായി. ഫലമ്മാ ദഖല അലൈഹി സജദാ ലഹു, കേറിയപ്പോ നജാശി രാജാവിന് നല്ല സുജൂദങ്ങ് പാസാക്കി. എന്താണ്ട് നജാശി രാജാവ് അങ്ങോട്ട് ഭയക്കോളും. ഒരാള് വലഭാഗത്തും മറ്റൊരു ഇടഭാഗത്തും ഇരുന്ന്. അപ്പോ രാജാവിന്റെ അവസ്ഥ എന്താന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ബഹുമാനിച്ചു കഴിഞ്ഞാൽ എന്താ എല്ലാം അപകടിച്ചു കൊടുക്കുന്നില്ലേ. അതേപോലെ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് തഴവ ഉസ്താദ് കളിപ്പം പിന്നൊരു വഴങ്ങ വന്നു. ഒരു ബാംഗ്ലൂരിൽ ഉസ്താദില്ലേ അപ്പൊ തഴവ അബ്ദുണ്ടാക്കിയ. അതായത് ഇവിടെ ഒരു കലീസ, ഇപ്പുറം ഒരു പള്ളി, ഈ പള്ളിന്റെ ഇടയിൽ ഒരു കുളം. ഈ കുളത്തിന്റെ അവകാശം നസ്രാനാക്കൾ പറയുന്നത് ഞങ്ങളതാണ്, പള്ളിക്കാരോ നമ്മളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാം. ഇങ്ങനെ കോടതിയിലെത്തി. കോടതിയിൽ എന്താക്കിയെന്നറിയോ, കമ്മീഷൻ വെച്ചു. കമ്മീഷൻ തന്നെ കൈമുടക്കാവുന്നതാണല്ല, ഒരു സംഘം അന്വേഷണം. ഇത് ആരിലാണ് പെടാൻ സാധ്യത. അങ്ങനെ ആദ്യം എന്താക്കി, ക്രിസ്ത്യാനികളുടെ പള്ളിയിലേക്ക് വന്നു. ഓറസോട്ടും കൂട്ടെല്ലാം ഇട്ടിട്ട് സിഗരറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കയറി. അപ്പൊ എന്താക്കും,
നമുക്ക് അനുകൂലമായി വിധി വരാൻ വേണ്ടി ക്രിസ്ത്യാനികൾ അവരെ നല്ലോണം ബഹുമാനിച്ച് ചൂട്ടിട്ടിട്ടുണ്ട് ഇതിക്കോ സിഗരറ്റ് വെച്ചോ സൗകര്യം പോലെ ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുകൂലമായ പ്രതികരണം കിട്ടുമെന്ന് വെച്ചിട്ടൊക്കെ അറിയില്ല. കുറച്ച് ആദരിച്ച് വേറെ റിപ്പോർട്ടല്ലേ ഇത് ആര് കാണുന്നുണ്ട്? പള്ളി കമ്മിറ്റിക്കാർ, പണ്ടത്തെ ഇന്നത്തെ കോമഡിയല്ല, അന്നത്തെ നല്ല കമ്മിറ്റി നേതാക്കന്മാരാണ്. അവരെന്താക്കിയെന്നറിയോ, ഇത് സൂട്ടിട്ട് കയറുന്നുണ്ട് അല്ലേ? എന്ത് വന്നാൽ തിരക്കുള്ള നമുക്ക് പ്രതികൂലമായി വിധി വന്നാലും തിരക്കേടില്ല. എന്താക്കണം? സുമൂരാൻ പറ്റണം. സെറ്റിൽമെന്റ് കയറാൻ പറ്റില്ല. മുത്തക്കന്മാർ വന്നിട്ടാണ് സൂരണം കാല് കയറ്റി വൃത്തിയാക്കിയിട്ട് കയറും, എല്ലാം കയറാൻ കൊടുക്കും. അപ്പൊ സ്വാഭാവികമായും വിധി ആയിരിക്കുമല്ലോ, ക്രിസ്ത്യാനിക്കുമല്ലോ, ആണ് വിവരവിധി. അപ്പൊ നമുക്ക് എന്താ കുളം നഷ്ടപ്പെട്ട്. എന്നാലും പള്ളി ആദരിക്കലും ഒന്നല്ലോ, കോടതിയിലെത്തി റിപ്പോർട്ടെല്ലാം വായിച്ച് വിധി കൽപ്പിക്കുമ്പോൾ ജഡ്ജി എന്ന് പറഞ്ഞ് പള്ളി കുളം മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾക്ക് സൂട്ടിട്ടും പള്ളിയിൽ കയറാവുന്നതാണ്. മറ്റവർക്ക് എന്താകണം? കാല് കയറ്റി കയറാം. അപ്പൊ കാല് കയറാൻ ആവശ്യം. അപ്പൊ പള്ളിയെ ബഹുമാനിച്ചിട്ട് അള്ളാന്റെ വിധി വരും എന്ന് കണക്കൂട്ടിയപ്പോ എന്തായി? അന്നത്തെ കാരണന്മാർക്ക് അനുകൂലമായ വിധിയായി. പള്ളിയിൽ നുണ പറയാനുള്ള പെർമിഷൻ ഉണ്ട്, കിതാബ് ഓതാനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ ഇവിടെ സുജൂദാവാസി വക്കീല അജ്ലസ അംറ ബിൻ ഹാസിനെ ഇരുത്തിയതിടെ മഅല സരീരി കാട്ടിലമ്പല ഇരുത്തിയത്. വഖബല ഹദിയത്ത് ഹുമാർ കൊണ്ടുവന്ന ഹദിയല്ലട വാങ്ങി വെച്ച്. വഖാല ലഹു, രണ്ടാളും രാജാവിനോട് പറയുന്നത്, ഇന്ന നഫറൻ മിൻ ബനീ അമ്മിനാ നസലു അർളക, നമ്മുടെ അമ്മിന്റെ മക്കളിൽപ്പെട്ട കുറേ ആള് നിങ്ങളെ ഭൂമിയിൽ എത്തിയിട്ട് താമസിക്കുന്നുണ്ട്. നമ്മളെയും അവർ ഒഴിവാക്കി, നമ്മുടെ ആലിഹത്തുണ്ടല്ലോ അതിലൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നത്. വലം ജനഹുലോഫീരിക്കും നിങ്ങളെ നീനോട്ട് സ്വീകരിച്ചിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആരാന്ന് അവർ അനില പുതുതാക്കി ഉണ്ടാക്കിയ ഒരു ദീനാണ് അവർ വരുന്നത്. അത് നമുക്കും പരിചയമില്ല, അവർ മുസ്ലിങ്ങളല്ല, വരാന്നും നിങ്ങൾക്കും പരിചയമില്ല. വഖദ് ബഅസനാ മലിക് ഫീഹിം അശ്റാഫ് ഖുറൈശ് ലിയറുദ്ദഹും. അപ്പൊ രാജാവിലേക്ക് നമ്മൾ ബന്ധത്തിനാന്നറിയോ, ഖുറൈശിയുടെ നേതാക്കന്മാരാണ് നമ്മളെ അയച്ചത്. അവരെല്ലാം മടക്കിയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ദൂതന്മാരായിട്ടാ വന്നത്. വായനവും അവരിപ്പോ എവിടെ ഉള്ളത്? ആരോപ്യതൊക്കെ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട്. അവരെ വിളിക്കാൻ അയച്ചു. അതായത് നമ്മുടെ മുഹാജിരീങ്ങളായ സഹാബിമാരെ. വഖാല ലഹും ഉലമാഉൽ ഹബശത്തി ഇദ്ഫഉഹും ഇലൈഹിം വഹും അറഫ ബിഹാലിഹിം. അപ്പൊ ഹബശയിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവര് പറഞ്ഞ് എന്താക്ക് അവരിലേക്ക് കൊണ്ടുവന്നാൽ അവരെ പറ്റി ചോദിച്ച അവരാണല്ലോ കൂടുതൽ അറിവില്ലാണ്. അപ്പോൾ എന്താക്കും, അവര് എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം അറിയട്ടെ. അമ്രു പറഞ്ഞെന്താ, നിങ്ങൾക്ക് സുലൂദ് ചെയ്ത് കൊണ്ടല്ല, എന്നൊക്കെ ചെയ്യുള്ളൂ. അവർ നിങ്ങൾക്ക് തമ്മിൽ അടിമപ്പെടില്ല. മറ്റുള്ള ജനങ്ങൾ നിങ്ങളടുക്കലേക്ക് വന്നാലേ എങ്ങനെയാണ് നിങ്ങൾ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, തയ്യത്ത്, ആ ശൈലി ആരും സ്വീകരിക്കൂല, ഈ ബന്ധവർ സ്വീകരിക്കൂല. എന്തിനാ? അപ്പൊ ഗർഭത്തന്നെ ചുണ്ണത്തിക്കും മതിയിരിക്കും, അത് നിങ്ങളെ മര്യാദ അത് തന്നെ പറഞ്ഞത്. അങ്ങനെ അവിടേക്ക് വന്നപ്പോൾ കാലലഹും ജാഫർ പറഞ്ഞു, ആന ഖതീബുക്കും, ഇന്ന് ഞാനാ പ്രസംഗിക്കുന്നതാണ്, സംസാരിക്കുക, നിങ്ങൾ ആരും ഉണ്ടാപ്പാണ്. മുമ്പ് അതോടൊപ്പം വലിയ മാധാവനായ പ്രാസംഗികനാണല്ലോ.
നജാശി രാജാവിന്റെ ആളുകൾ വന്നല്ല കൂട്ടാൻ വിളിക്കാനൊക്കെ രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ ചിത്രം അവർ ആദ്യം യോഗം ചേർന്നു. എന്താ അവിടെ പോയാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്കിവിടെ സംരക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് എന്താകണ്ട നമ്മളെ മര്യാദകളൊന്നും ഇവ എന്നെ സുജൂദ് ചെയ്തില്ലെങ്കിൽ രാജാവ് പോയിക്കൊന്നും മടങ്ങിയാൽ നമുക്ക് ഒന്നില്ലേ. സുമ്മക്കാല ബാധവും പരസ്പരം പറഞ്ഞു മാ തഖൂലൂന ലിർറജുലി ഇദാ ജിഅ്തുമൂഹു, അവിടെ പോയി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയാൻ കണ്ടത്. ഫഖാല ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന ഖതീബുകുമുൽ യൗം, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ആളെ ഞാനാണ്. വന്നമാ നഖൂലു മാ അലിംനാ, നമ്മൾ അറിവിൽപ്പെട്ട എന്താണോ അതവിടെ തന്നെ പറയും. വമാ അമറനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കൽപ്പിച്ചതും പറയും. ഓരോ മാല എന്നിട്ട് അതിനുണ്ടാലും ഉണ്ടാക്കിയിട്ടുണ്ടായിക്കോട്ടെ. നജാശി രാജാവ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോപ്പുമാർ പുരോഹിതന്മാരെല്ലാം വിളിച്ചുകൂട്ടിയിരുന്നു. അവലോകിട്ട് നിങ്ങളെ മുസാഫുണ്ടല്ലോ കുറെ ഭേദം അതെല്ലാം റൗറ്റി വെക്കാനും പറഞ്ഞു. വന്നപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ജാഫർ പുറത്തു നിൽക്കുന്നുണ്ട്, കൂടെ അള്ളാന്റെ ഹിസ്ബുണ്ട്. അപ്പൊ രാജാവിനോട് പ്രത്യേക ബഹുമാനം എന്നാണ് കൽപ്പിച്ചത്. ആ ജാഫർ പുറത്തു നിൽക്കുന്നുണ്ട്, കൂടെ അള്ളാന്റെ ഹിസ്ബുണ്ട്. നജാശി നഅം, അതേന്ന് അള്ളാന്റെ നിമ്മത്തിലും അള്ളാഹുവിന്റെ അമ്മാനോടുകൂടി കയറിക്കോന്ന് പറഞ്ഞു. ജാഫർ റളിയല്ലാഹു അൻഹു മുമ്പിൽ കയറി, പിന്നെ പിന്നില് അസ്ഹാബിമാരും. അവിടെ കയറിയിട്ട് ഉണ്ടാക്കി തരുമോ സലാം ചൊല്ലി. എന്താണ് സലാം? അപ്പം പറഞ്ഞു നജാശി രാജാവ് അന്ന് മുസ്ലിം ആയിട്ടില്ലല്ലോ. അപ്പോൾ സലാം ഇപ്പൊ മുസ്ലിമികളുടെ കൂട്ടത്തെ മുസ്ലിമികളുടെ ഓർക്കുന്നില്ല ഒക്കെ പോയാലല്ലേ, അപ്പൊ മൊത്തത്തിൽ തലപ്പിച്ചല്ലോ. പിന്നെ രാജാവ് ചോദിക്കുന്നത് എന്താ സുജൂദില്ലാത്ത? ഇവരെന്താണ് അവിടെ നിൽക്കുന്നത്? ആമർ ഉമാറത്തിനോട് പറഞ്ഞു അലാ തറ കൈഫ യഖ്തനൂന ബിഹിസ്ബില്ലാഹി വമാ അജാബഹു മലികു, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹിസ്ബാണ് എന്നാണ് ആരംഭിച്ച വന്ന സംഘത്തിനെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ രാജാവ് മറുപടി പറഞ്ഞ കേൾക്കുന്നില്ലേ? വഫീ റിവായത്തിൻ ഉഖ്റാ ലം യുദ്കർ ബി അന്നൽ മലിക ഖാല ലഹു മാലക ലാ തസ്ജുദു എന്ന് രാജാവ് ചോദിച്ചിട്ടില്ല, ഇല്ലാന്ന് ചില റിവായത്തിലുണ്ട്. വദകറ ബദലഹു അന്ന അംർ ഇബ്നുൽ ആസ് ഖാല ലിന്നജാശി, അംർ ഇബ്നുൽ ആസ് നജാശിയോട് പറഞ്ഞ് ഒരു സുജൂദ് ചെയ്യാണ്ട് കയറിയെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ റിവായത്തിൽ നജാശി രാജാവ് പ്രതീക്ഷിക്കുന്നുണ്ട് സുജൂദ് ഉണ്ടാകാം. ഈ രണ്ടാമത്തെ റിവായത്തിൽ എന്താ ഉണ്ടായത്? അംർ നജാശിയോട് പറഞ്ഞ് അവർക്ക് കയറിയത് കണ്ട ഒരു മര്യാദയും പാലിച്ചിട്ടില്ല. അവർ കിബില് കേട്ടതവരല്ലേ. നിങ്ങൾ ചെയ്യാനുള്ളത് പോലെ തഹയ്യത്ത് ചെയ്തിട്ടല്ലോ ഞാനിഷ്ടു. നജാശി പറഞ്ഞ് അമ്മമാ മനഹക്കും അന്തസ്തുദൂനി വതുഹയ്യൂനി ബിതഹയ്യത്തില്ലതി യുഹയ്യാ ബിഹാ, എനിക്ക് സാധാരണ ആളുകൾ വന്നാൽ തഹയ്യത്ത് ചെയ്യാനുള്ളത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് തഹയ്യത്ത് ചെയ്തില്ല, എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് അവരോട് ചോദിച്ചു. അപ്പൊ ആരെ മറുപടി പറയാൻ ജാഫറല്ല. ജാഫർ റളിയല്ലാഹു അൻഹു ഇന്നാ ലാ നസ്ജുദു ഇല്ലാ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്കല്ലാതെ സുജൂദ് ചെയ്ത് ഞങ്ങൾ ചെയ്യാറില്ല. ഖാല വലിമ ദാലിക, എന്തുകൊണ്ട് ചെയ്തുകൂടാ? قال لأن الله تعالى أرسل فينا رسولا صلى الله عليه وسلم وأمرنا أن لا نسجد إلا لله عز وجل. الله تعالى മഹാനായ റസൂലിനെ നമ്മളിലേക്ക് അയച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആലാക്കല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുണ്ടാക്കിയില്ലേ അങ്ങനെ വഅഖബറനാ അന്ന തഹിയ്യത അഹ്ലിൽ ജന്നത്തി, സ്വർഗ്ഗത്തിൽ പോയാൽ പോലും തഹിയ്യത്ത് എന്താണ്? അസ്സലാമാണ്. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം തഹിയ്യത്ത് പറയാൻ ആ കർമ്മ പറഞ്ഞല്ലോ.
അതുപോലെ നമസ്കരിക്കണമെന്ന് ആ നബി കൽപ്പിച്ചിട്ടുണ്ട്. അന്ന് വിശ്രാമം ഏതാനും ഇല്ലാത്തത് കൊണ്ട് രാവിലെ 2 റക്അത്ത്, വൈകുന്നേരം 2 റക്അത്ത് എന്ന ആദ്യത്തിരി. അതാണ് ആ സമയത്ത് 5 നേരത്തെ നമസ്കാരം കൽപ്പിച്ചിട്ടില്ലല്ലോ. സക്കാത്ത് കൊണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. അവർ സക്കാത്ത് പുറത്താക്കിയപ്പോ അന്ന് 2 കൊല്ലത്തിലാണ്. ഇപ്പോഴും സക്കാത്ത് വന്നിട്ടില്ലല്ലോ. ഹിജ്റയും പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് റമദാൻ മാസത്തിലെ നോമ്പും സക്കാത്തും പുറത്താക്കപ്പെടുന്നത്. അപ്പൊ ഇതേത് സക്കാത്ത്? അതിനെ പറയുന്നത് മുത്തലക്ക് സദക്ക. സദക്ക എന്നുള്ളത് ഇപ്പൊ അങ്ങനെ കാലത്തുണ്ട്. പ്രത്യേക ഒരു സക്കാത്ത് ഉണ്ടല്ലോ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്. ഇതിന് പ്രത്യേക ഒരു ബന്ധമാണ്. എന്ന് പറയുന്നവരെ പിരിവിന് എന്നവർക്കെല്ലാം പൈസ കൊടുക്കുന്ന സക്കാത്താന്ന് മനസ്സിലാക്കിയിട്ട് കുറെ കച്ചവടക്കാരിയിരിക്കുന്നു. സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ആ പിരിവിനെല്ലാം കൊന്നാലും കൊടുക്കണ്ട. അമ്പലത്തിൽ കെട്ടാനും പൈസ കൊടുക്കും, ഉത്സവത്തിന് പടക്കം പൊട്ടിക്കാനും പൈസ കൊടുക്കും. എല്ലാം സക്കാത്ത് തന്നെ. കളിയാട്ടത്തിന് പൈസ കൊടുക്കും, അതും സക്കാത്ത് തന്നെ. അതിനാണെങ്കിൽ പേജുകളോളം വരുന്ന ബാബ ഫുഖഹാക്കന്മാർ പറയണ്ടില്ലായിരുന്നു. എല്ലാം കണിഞ്ചിരിയാക്കി മാറ്റി. എന്താ ഇപ്പൊ എടുക്കാനുള്ളത്? ഏറിപ്പോ ഒരു റൂസ് എടുക്കാനുണ്ടാവും, എല്ലാം കുറെ വാർഷികം ഉണ്ടാവും. വെറുതെ ഇസ്ലാമിയായിട്ട് പേരിൽ ബന്ധമുള്ളത്. അപ്പം മുത്തലക്കായ സദക്ക പണ്ടേ ഉണ്ട്. അപ്പം സക്കാത്ത് എന്നുള്ളതൊരു പ്രത്യേക ഫണ്ടാണ്. ഇന്നതിന് കൊടുക്കണം, ഇന്നലെ കൊടുക്കണം, ഇന്നതിനാവണം, ഇന്ന ഇനങ്ങൾക്ക് വേണം എന്നല്ലല്ലോ വിശദമായിട്ടുള്ളത്. എന്നെ സക്കാത്തിൽ മദീന, മുതലിന്റെ സക്കാത്ത് മദീനയിൽ എത്തിയപ്പോ പുറത്താക്കി. ബിസക്കാത്തിക്ക് വേറെ ഭാഷാർത്ഥമുണ്ട്. ഇത് ശുചീകരണം. അപ്പൊ തോറിയാ ചന്തിയകണം, മുതൽ ശുദ്ധിയാക്കണം, നജാസത്ത് നടക്കാൻ പാടില്ല എന്നുള്ള അതൊരു സക്കാത്താണ്. അതാണ് വക്കീലാൽ മുറാദുമിന സക്കാത്തി അത്വഹാറാൻ. അപ്പൊ സാമ്പത്തികമായ സക്കാത്ത് എല്ലാം ഉദ്ദേശിക്കുന്ന അർത്ഥമുണ്ട്. ഇനി നജാഷിയോട് പറയുന്നത് അപ്പൊ ഈ സുജൂദ് ചെയ്യാത്തതോ അതിന്റെ കാരണങ്ങളും പറഞ്ഞല്ലോ. പിന്നെ നിങ്ങള് ക്രിസ്ത്യാനിയല്ല, അല്ലെങ്കിൽ നജാഷി അന്ന് ക്രിസ്ത്യാനിയാണല്ലോ. ഇബ്നു മറിയം ആരാണ്? ഈസാ അലൈഹി ഇസ്ലാമിന്റെ പറ്റിയുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കെതിരാണോ എന്നുകൊണ്ട് ഇവർ അല്ലാഹുവിന്റെ മോനാന്നെല്ലാം പറയുന്നുണ്ടല്ലോ, 3ാമത്തെ ഇലാഹാന്നും പറയുമല്ലോ. അതൊന്നും വിശ്വസിക്കുന്നില്ല. അല്ല അതോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അവർ പറഞ്ഞത് അല്ലാഹുവിന്റെ മോനാണെന്ന് ഇവർ സമ്മതിക്കൂല. നജാഷി പറയുന്നത് ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റിയും ഉമ്മാനെ പറ്റിയും നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഇവരുടെ ഭാഷയിൽ എന്താണ്? 3 ഇലാഹുകളാണ്. മുക്കൂട്ടാണ്. അത് എന്തൊക്കെ മുക്കുണ്ട്. മറ്റേ എന്താണ്? ബ്രഹ്മാവും വിഷ്ണു ശിവനും ഉണ്ട്. ജാഫർ തങ്ങൾ പറഞ്ഞു അല്ലാഹു തആല പറഞ്ഞ എന്താണോ അതാണ് ഈസാ നബിയെ പറ്റി പറയാറുള്ളത്. എന്താണ്? റൂഹുല്ലാഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞ സ്ഥാനപ്പേര്. അല്ലാഹുവിന്റെ അടിയിലുള്ള റൂഹ് എന്നല്ല അതിന്റെ വേന. അല്ലാഹു തആല പ്രത്യേകം ആദരിച്ച റൂഹ് അത് മറിയം ബീവിലേക്ക് വിട്ടു. അപ്പൊ നജാഷി രാജാവിന്റെ കാര്യം തിരിഞ്ഞ് കബശക്കാരെ കിസ്സീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ പരിസരത്തിരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ ഹാസാക്കി വിളിച്ചിട്ട് വന്നേ മാ യസീദുന അലാ മാ തഖൂലൂൻ അശ്ഹദു അന്നഹു റസൂലുള്ളാഹ് വ അന്നഹുൽ മുബശ്ശിറു ബിഹി ഈസാ ബിൽ ഇൻജീൽ. അതാ നമ്മൾ പറയുന്നതിനേക്കാളും ഒന്നും കൂട്ടിയില്ല. അവർ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നഹുൽ മുബശ്ശിറു ബിഹി ഈസാ ബിൽ ഇൻജീൽ. ഈസാ അലൈഹിസ്സലാം ഇൻജീലിലൂടെ സന്തോഷ വാർത്ത അറിയിച്ച റസൂലില്ലേ, അവരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെ പറ്റി? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. ഇനി
റൂഹുല്ലാഹി എന്ന് പറഞ്ഞ ആരെങ്കിലും നേർക്കുന്നതിന് അർത്ഥം വെച്ചിട്ട് പിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് 30 ശറഹ കൊടുക്കുന്നത്. വമാന കോനി റൂഹുല്ലാഹി എന്ന് പറഞ്ഞാൽ അന്നഹു ഹാസിലുൻ അൻ നഫഖത്ത് റൂഹുൽ ഖുദ്സ് അല്ലദി ഹുവ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് റൂഹുൽ ഖുദ്സ്. അവരുടെ റൂഹിനാലാണ് അവർ ഈസാ അലൈഹിസ്സലാമിനെ നിർബന്ധിച്ചത്. ആ മഅനാക്കാണ് എന്താക്കുന്നത് റൂഹുല്ലാഹി. ബൈത്തുല്ലാഹി കഅബ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഓഫീസ് റൂം എന്നല്ല. അതൊന്നും പട്ടടിക്കാൻ പാടില്ല. അങ്ങനത്തെ അർത്ഥം വെക്കണം എന്ന് പറയുന്ന കുറെ തെരീക്കത്തുകാരുണ്ട്. തെരീക്കത്ത് എന്തെങ്കിലുണ്ട് ഓരോ ഔറാദിന്റെ ഭാഗം മാവിയ തങ്ങളെ പൊളിച്ച് ചീത്ത പോയി ലാനത്ത് ചെയ്യല് എന്താന്നല്ലോ ഓർക്ക് അകല് പൈസ തെരീക്കറിഞ്ഞു. അത് ഈ തെരീക്കത്തുകാർക്ക് മനസ്സിലില്ല. അപ്പൊ മാവിയ തങ്ങളെ മോനാന്ന് ആര് ജസീദ്. ജസീദിന്റെ പട്ടാളക്കാരനാണ് അഹ്ലു ബൈത്തിനെ ഉപദ്രവിച്ചത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ആളായ അദ്ദേഹത്തിന്റെ ഉപ്പേര് അപ്പൊ മാവിയ തങ്ങൾ ഉപദ്രവിച്ചു. ഇല്ല, ഉപദ്രവിക്കുന്നവന്റെ കാരണക്കാരനായ ആളായില്ലേ. അപ്പൊ മഹബത്ത് കൂടി. അപ്പൊ ഇഫ്രാത്തങ്ങോട്ട് വന്നപ്പോ എന്തായിരുന്നല്ലോ കുറ്റം ചെയ്യാത്ത ആളെ കുറ്റക്കാരനാക്കി. മാവിയ തങ്ങൾ സഹാബിയല്ലേ, എന്നാലേ അഹ്ലു ബൈത്തിനോടുള്ള പിരിച്ചൻ തരീക്കറുള്ളൂ. പക്ഷെ അവിടെ എന്തായിന്നറിയോ ഒരു ഇസ്ലാമിന്റെ കുട്ടായി. പക്ഷെ ചോന്നൊന്നും കത്തിയിട്ടില്ല. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ബേക്കിൽ ഉള്ളിൽ നിന്ന് ചെവിടെ ചോന്നവൾ തോർത്തു. അത് തെരീക്കത്താണ്. അത് താകാക്കണോ ഇപ്പൊ കാപ്പ് ആക്കണോ? 20 നമ്പർ കാപ്പ്, 400 നമ്പർ താവും. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ചീത്ത പറയലേ ചില ആൾ അബുദാബിൽപ്പെട്ടതാണ്. പണ്ട് ഹംസവനൊക്കെ ഒരു കിതാബ് വന്നു പറഞ്ഞിരുന്നെങ്കിൽ നല്ലോണം സൂക്ഷ്മമായി വായിച്ചു നോക്കണേ. നോക്കുമ്പോൾ തെരീക്കത്ത് അറിവില്ല. ബക്താശി എന്നാണ് തെരീക്കത്തിന്റെ പേര്. രാവിലെ പേര് ചെല്ലേണ്ട ഔറാദിൽ എന്താന്ന് ഒരു പരോക്ഷമായ ഒരു ലാനത്തുണ്ട്. ആർക്ക്? അബൂബക്കർ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ശൈഖാനിക്ക്. എന്നാലേ അവരെ തെരീക്കത്ത് പൂർത്തിയാവുള്ളൂ. അപ്പൊ 2 നേരം മുമ്പിൽ വേണം. കുറച്ച് ദേശം മനസ്സിലാക്കിയല്ലോ. നിലവിലവരവരാന്നല്ലോ ഏതോ ഭക്താശി എന്ന ഷിയാക്കളാണ്. സ്വന്തം പേരുണ്ട്. അത് പറയാൻ പറയൂ. കലിമത്തുല്ലാഹി എന്ന് പറഞ്ഞില്ലേ എവിടെ? മറിയം. അതിന്റെ അർത്ഥം എന്താ? വമാന കോനിഹി കലിമത്തുല്ലാഹി എന്ന് പറഞ്ഞ അന്നഹു ഖാല ലഹു കുൻ. കുൻ എന്ന കലിമത്ത് എന്നിട്ട് ബാഹ്യമുണ്ട് കാപ്പിനോടും പറയാനല്ല. അതായത് ആലമുൽ ഖൽഖിന്റെയും ആലമുൽ അംറിന്റെയും വ്യത്യാസമുണ്ട്. ആലമുൽ അംറിന്റെ ഒരു സ്വിച്ച് ഉണ്ടാകുന്ന സമയമുണ്ട്. ആലമുൽ ഖൽഖാകുമ്പോ അതിന് പ്രത്യേക ടൈം ഉണ്ടാവും. നുത്തഫത്ത് എത്തിക്കഴിഞ്ഞാൽ 40 ഇന്നതാവണം, 40 ഇന്നതാവണം, 40 ദിവസം ഇന്നതാകണം. ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാക്കണം. പിന്നെ റൂഹുന്തലി. അപ്പൊ ശരീരം എല്ലാം ഘടനയൊക്കെ ശരിയാക്കി റൂഹ് കൊടുത്തിട്ടുണ്ട്. കുറച്ചാൾ കിടക്കും. ഇതാണ് ആലമുൽ ഖൽഖിന്റെ ഷേപ്പ്. ഇന്നൊരു തേങ്ങ കൊണ്ട് പോയി നട്ടാല് നാളേക്ക് തങ്ങാവൂല. ഇത് ആലമുൽ ഖൽഖ. എല്ലാത്തിനും അതിൻ്റെതായ ആവശ്യമായ ടൈം വേണം. അത് അള്ളാഹുവിന്റെ ബലഹീനത അല്ലത്, അള്ളാഹ് വെച്ചൊരു ഹിക്മത്താണ്. ഇപ്പം നട്ടത് ഇപ്പം തന്നെ പറക്കുന്നതിന് ഇതിലില്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു മക്കൾ തന്നെ കാഴ്ച കൊടുത്തില്ലേ. അപ്പോൾ ആലമുൽ ഖൽഖിന്റെ സ്വഭാവം വിട്ടു. وفي رواية أن النجاشي قال لمن عنده من القسيسين والرهبان أنشدكم بالله الذي أنزل الإنجيل على عيسى هل تجدون بين عيسى وبين يوم القيامة نبيا مرسلا صفته ما ذكر هؤلاء؟ قالوا اللهم نعم قد بشر به عيسى فقال من آمن به فقد آمن بي ومن كفر به فقد كفر بي. إذا
നജാശി രാജാവ് കൂടെയുള്ള കിസ്സീസീങ്ങളും റോമാനിയങ്ങളും എന്ന് പറഞ്ഞ നേതാക്കന്മാരിലുണ്ടല്ലോ, അവരോട് പറഞ്ഞ് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് ഈസാ അലിഹിസ്ലാമിന് ഇഞ്ചീൽ ഇറക്കിക്കൊടുത്ത റബ്ബിനെ തന്നെ സത്യം. ഈസാ അലിഹിസ്ലാമിന്റെ ഇടയിലും ഖിയാമത്ത് നാളിന്റെയും ഇടയിൽ ഒരു മുർസലായ നബി ആരെങ്കിലും ഉണ്ടോ? സിഫത്തുഹു മാ ദക്കറ ഹൗലായി, അവര് പറഞ്ഞില്ലേ ഒരു റസൂലിനെ പറ്റി, അവരല്ലാത്ത ആ സിഫത്തുള്ള മറ്റൊരു റസൂലിനെ അറിയോ? ഇന്നലെ തന്നെ മതി ഞാൻ ഈസാ നബി അവന്റെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞ എന്താണ്? ഈസാ നബിയുടെ കാലത്തിന് ശേഷം 600ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടയിൽ ആരില്ല. എന്താണ് അവരെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു ഈസാ അലൈഹിസ്സലാം പറഞ്ഞു ആ നബിയെ കൊണ്ട് വിശ്വസിച്ച ആള് എന്നെ കൊണ്ടും വിശ്വസിച്ചവരാണ്. എന്ന് പറഞ്ഞില്ലേ? കാലം നജാശി പറഞ്ഞു വല്ലാഹി ലൗലാ മാ അന ഫീഹി മിനൽ മുൽകി ലത്തബഅതുഹു, എനിക്ക് ഇവിടെ രാജാധികാരങ്ങളും പല ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്താക്കും? തങ്ങളെ താമരയായിട്ട് പോകുമായിരുന്നു, എല്ലാം ഒഴിവാക്കിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇതിനോടൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അവരുടെ ചെരുപ്പ് തൂക്കുന്ന ആള് ഞാനായിരിക്കണം. നിങ്ങളെ പറ്റിയാൽ അവർ ഞാൻ ഒന്നുണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കണം. എന്ന് വെച്ചാൽ വഖാലലിൽ മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഇൻസിലു ഹൈസു ശൈത്തും മിൻ അർദി ആമിനി, നിങ്ങൾ നല്ല സന്തോഷം വന്മലെ എൻ്റെ നാട്ടിൽ തന്നെ താമസിച്ചോ. ആമിനിങ്ങളെ നമ്മൾ വന്നാളെ രണ്ടാളും നമ്മൾ കിട്ടും. അവർക്ക് എന്തെല്ലാം ഭക്ഷണം വേണ്ടത് അതെല്ലാം അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തേ. അവരെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടാക്കിയാൽ അതിനോട് കെത്തുകെട്ട് കാട്ടിയുണ്ടോ, കുറ്റവാളിയാക്കും. നിങ്ങൾ ആരെങ്കിലും അടിക്കല് കുത്തല് ശല്യം ചെയ്ത് അടുക്കട്ടെ, ഒരു മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കുറ്റക്കാരനായി കണക്കാക്കും. അങ്ങനെ 3 വട്ടം. പറഞ്ഞാക്കെന്താക്കുന്നോ 4 ദിവസം പിഴയുള്ളൂ, അല്ലെങ്കിൽ 8 പെനാൽറ്റി. അപ്പൊ ഇവരെ കൊണ്ടുവന്ന കുറെ ഹദിയകളുണ്ടല്ലോ. അമ്രിന്റെ കൂടെ ആരമാറത്തുണ്ട്, അവർ കൊണ്ടുവന്ന ഹദിയകളെല്ലാം മടക്കിയെടുത്തു. കുറെ ഉണ്ട് അതുപോലെ. പിന്നെ അടുത്തൊരു ഏറ്റവും കൂടി ഇരിക്കും. ഇവര് ഇത് കാര്യം പാട്ട് ഈസാ നബിനെ പറ്റി വേറെന്ന് പറയുന്ന മണ്ടലുമല്ല. മടക്കി കൊടുക്കുന്നില്ല പറഞ്ഞത്. ഈ ഹദി അടുക്കട്ടെ സ്വർണത്തിനാലുള്ള ഒരു മല തന്നെ തന്നാലും എനിക്ക് വേണ്ട. നിങ്ങളിൽപ്പെട്ട ഒരാളെ ശല്യം ചെയ്യുന്ന രീതിയിലായിട്ട് സ്വർണത്തിന്റെ ഒരു മല തന്നെ വന്നാലും ഞാനും സ്വീകരിക്കൂല. റദ്ദു അലൈഹിം, ഞാൻ കൊണ്ടുവന്ന ഹദി എല്ലാം മുടക്കി കൊടുക്കും. പല ഹാജത്തരീബിഹ ഫവല്ലാഹി മാ അഖദല്ലാഹു മിന്നി റിശ്വത ഹീന റദ്ദ അലയ്യ മുൽകി, എനിക്ക് രാജാധികാരം അല്ലാഹു തആല തിരിച്ചു തന്നപ്പോൾ ഞാൻ അല്ലാഹുവിന് കൈക്കൂലി കൊടുത്തില്ല അല്ലേ? എന്നതുപോലെ എന്റെ ഫാഖ്റു റിശ്വ നിജമാണോ നിങ്ങളോട് കൈക്കൂലി വാങ്ങാൻ? വമാ അതാഅ അന്നാസ ഫിയ ഫൗദിഅഹു ഫീഹി, കണ്ടോ? എന്റെ വിഷയത്തിൽ ജനങ്ങൾ ഭയപ്പെട്ടിട്ടില്ല, എന്നിട്ട് കൊണ്ട് ജനങ്ങൾക്ക് കൊണ്ട് ഞാൻ ഭയപ്പെടാൻ എല്ലാ 30 രാജാധികാരം തിരിച്ചു കിട്ടിയ നീതിമാനായ രാജാവായതുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വന്നതാണ്. പിണറായി 2 കൊല്ലം 4 വട്ടം വന്നില്ല. ഇപ്പൊ വന്നൊരു ഏറ്റക്കഥ പ്രകാരം 10 എന്നിട്ടുണ്ട്.
അതിന് 25 ഓടി വന്നില്ലേ, 25 റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും.